സംസ്ഥാനത്ത് ഭരണഭാഷ മലയാളമായിട്ട് ഏതാണ്ട് 7 കൊല്ലമായി. പക്ഷേ നമ്മുടെ സെക്രട്ടറിയിലെ 30% ഫയലുകളും ഇപ്പോഴും ആംഗലേയ ഭാഷയിലാണ് കടന്നു പോകുന്നത്. മറ്റ് സർക്കാർ ഓഫീസുകളുടെ ഫയലുകൾ പൂർണ്ണമായും മലയാളത്തിൽ വരുമ്പോഴാണ് ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഈ അവസ്ഥ. ഉത്തരവുകളും സർക്കുലറുകളും മലയാളത്തിലാക്കണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞെങ്കിലും അതൊന്നും ഫലത്തിൽ എങ്ങും എത്തിയില്ല. മലയാള ഭാഷയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഭരണഭാഷാ മലയാളം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കി 7 വർഷം പിന്നിടുമ്പോഴും ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പോലും മലയാള ഭാഷ പടിക്ക് പുറത്താണ്. ആഭ്യന്തരം, നിയമം, ധനകാര്യമടക്കമുള്ള സുപ്രധാന വകുപ്പുകളിൽ ഇപ്പോഴും ഉത്തരവിറങ്ങുന്നത് ഇംഗ്ലീഷിലാണ്. ഈ വകുപ്പുകളിലെ 40% ഫയലുകളും കൈകാര്യം ചെയ്യുന്നതും ഇംഗ്ലീഷിൽ തന്നെ. മലയാളം ഫയലുകൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് ഫയലുകൾക്ക് ഇംഗ്ലീഷിലും കുറിപ്പെഴുതുന്നതാണ് സെക്രട്ടേറിയറ്റിലെ രീതി. ഇംഗ്ലീഷ് ഫയലുകളുടെ വിവരങ്ങൾ ഈ ഓഫീസ് സോഫ്റ്റ്വെയറിൽ നിന്ന് പകർത്താമെന്നതിനാൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറില്ല. ഇംഗ്ലീഷ് ഉത്തരവുകൾക്ക് മലയാള പരിഭാഷ തയ്യാറാക്കണമെന്ന സർക്കാർ നിർദ്ദേശം വന്നെങ്കിലും ഇതുവരെ പൂർണ്ണമായി നടപ്പായില്ല. ഒരു ഭരണത്തിലൊരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ എന്തെങ്കിലും ഒരു വ്യവഹാരം സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിനെ സമീപിക്കുമ്പോൾ ആ ആളിന് മനസ്സിലാകുന്ന ഭാഷ എന്ന നിലയിൽ അത്തരത്തിൽ അതിൻ്റെ മൊത്തം നടപടിക്രമം വരുന്നത് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഈ ഫയലുകളൊക്കെ നീങ്ങാതെ കിടക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ അതും ഈ ഭാഷാ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാകാം. തമിഴ്നാടും കർണാടകയും ഭാഷയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതായും ചവറ ജയകുമാർ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഈ ഭരണപരമായിട്ടും അല്ലാതെ തന്നെ അവർ ഭാഷയ്ക്ക് വാക്കുകളൊക്കെ അവരുടെ ഒരു പദാവലി അത്തരത്തിൽ ആ പദസമ്പത്ത് ആ ഭാഷയ്ക്ക് അത്രത്തോളം ഒരു വ്യാപ്തി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ലോകം എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ട്, അത്രത്തോളം അത് കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മലയാളം ലോകത്തെല്ലായിടത്തും മലയാളികൾ എത്തിപ്പെട്ടുവെങ്കിലും മലയാളം ഫോളോ ചെയ്യുന്നതിൽ, സംസാരിക്കുന്നതിൽ, ഭാഷ പറയുന്നതിൽ ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷനും ഉത്തരവുകളും ചട്ടങ്ങളും മലയാളത്തിലാക്കാൻ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഇംഗ്ലീഷിൽ ഇറക്കുന്ന ഉത്തരവുകൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു. വിരമിക്കാൻ 2 വർഷത്തിൽ കൂടുതൽ സമയപരിധിയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ നിർബന്ധിത പരിശീലനം വേണമെന്നും ശുപാർശ നൽകിയിട്ടുണ്ട്. ശുപാർശകൾ ഇപ്പോഴും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ വി വേണു ചുമതലയേറ്റപ്പോൾ സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും മലയാളത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ഇപ്പോഴും സർക്കാരിൻ്റെ ഭരണഭാഷാ മലയാളം പദ്ധതി സെക്രട്ടേറിയറ്റിന് പടിക്കകത്ത് കയറിയിട്ടില്ല. മാതൃഭാഷാ ദിനത്തിൽ ഭാഷാ സ്നേഹത്തെക്കുറിച്ചുള്ള നീണ്ട പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ആർജവം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കുണ്ടാകണം. മാതൃഭാഷയുടെ കാര്യത്തിൽ കർണാടകവും തമിഴ്നാടുമെല്ലാം കേരളത്തിന് കണ്ടുപഠിക്കാവുന്ന മാതൃകകളാണ്. അവരെങ്ങനെ ഭാഷയെ പരിപോഷിക്കുന്നു, എങ്ങനെ അത് ഭരണതലത്തിൽ ഉപയോഗിക്കുന്നു എന്നത്. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളെല്ലാം മാതൃഭാഷയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഈ ദുരവസ്ഥ. ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാധാരണക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അതേപോലെയുള്ള തലങ്ങളിലൊക്കെയാണ് ആവശ്യം. പല ഭാഷകളും പല വേഡ്സും മലയാളത്തിലേക്ക് മാറുമ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നിലവിലുള്ളത് പിന്നെ അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. ഞാനൊരു മലയാളിയാണ്, എനിക്ക് മലയാളമേ അറിയാവൂ. അപ്പം അതുകൊണ്ട് മലയാളത്തിൽ തന്നെ ആക്കണം എല്ലാം. മലയാളക്കാർ മലയാളം വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രാവർത്തികമാക്കും എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ എല്ലാം ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയാമെന്നുള്ള ഒരു ജനത, പിന്നെ സാധാരണ മലയാളം മാത്രം പഠിക്കുന്ന മീഡിയ, അങ്ങനെ എല്ലാം കൂടെ മിക്സഡാണ്. അപ്പോൾ അവരെയും കൂടെ പരിഗണിക്കണ്ടേ. എന്തായാലും മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ആ ഭാഷയെ സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്.